2024 ഡിസംബറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ലോക്കൽ എക്സ്ട്രീമ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 10xy ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു പ്രോബ്ലമാണ്. പക്ഷെ നമുക്ക് ഒരെണ്ണം കറക്റ്റ് നല്ല വൃത്തിയിൽ ചെയ്തിട്ട് ഇപ്പോൾ എഫ് എക്സ് നല്ല വൃത്തിയിൽ ചെയ്യാം. എന്നിട്ട് എഫ് വൈ ചെയ്യുമ്പോൾ എക്സ് എല്ലായിടത്ത് വൈ ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യുക. കാരണം ഇത് സിമെട്രിക് ഇക്വേഷനാണ്. അതേപോലെ തന്നെ എഫ് എക്സ് എക്സ് നല്ല വൃത്തിയിൽ ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ആൻസറിന് നമുക്ക് എന്ത് ചെയ്യുക, എഫ് വൈ വൈയിൽ എക്സ് ഉള്ളിടത്തൊക്കെ വൈ ഉള്ളിടത്തൊക്കെ എക്സ് ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ ഉണ്ടാക്കാം. പിന്നെ എസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എഫ് എക്സ് കിട്ടുമ്പോൾ ആരായിരിക്കും കോൺസ്റ്റൻറ്റ്? 10ഉം വൈയും കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ആർക്ക് പ്രൊഡക്റ്റ് റൂൾ കൊടുക്കണം? എക്സിനും ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് എഴുതി, എന്നിട്ട് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻഷിയേഷൻ ചെയ്ത് എല്ലാവർക്കും അറിയാം ഇ റേസ് ടു എക്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ടേമും ഉള്ളിൽ കയറി കടന്നുകൂടിയുണ്ട്. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ -2x വന്നു. അടുത്തത് നമ്മൾ യു ഇൻറ്റു വി ഡാഷ് ചെയ്തിട്ടുള്ളൂ. ഇനി വി ഇൻറ്റു യു ഡാഷ് ചെയ്യണം. വി എന്താ? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 1. രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിനെ ഞാൻ പുറത്തെടുത്തു. അതിനെ പുറത്തെടുക്കുമ്പോൾ ബാക്കിയുള്ള ടേംസ് എന്ത് വന്നു? 1 - 2x സ്ക്വയറിന് വന്നു. ഇതാണ് നമ്മുടെ എഫ് എക്സ്. ഇനി നമ്മൾ എഫ് ഐനെ കണ്ടുപിടിക്കണം. എഫ് ഐനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ കോമൺ ആണ്? 10x കോമൺ ആണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, എഫ് എക്സ് നല്ല വൃത്തിയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സ് ഉള്ളിടത്ത് വൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഐ കിട്ടുന്നത്. എഫ് എക്സ് 10y ആണ്. അപ്പോൾ എഫ് എക്സ് 10y സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എഫ് ഐ 10x ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 - 2y സ്ക്വയർ എന്ന് എഴുതാം. കണ്ടോ? ഒന്നാം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ, മറ്റേത് അതിന് ഉണ്ടാക്കി. ഇനി ആർ ഈക്വൽ ടു എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കണം. നേരത്തെ കിട്ടിയ എഫ് എക്സിന് ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് വെച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ആരൊക്കെ കോമൺ ആണ്? കോമൺ മീൻസ് കോൺസ്റ്റൻ്റ് ആണ്. 10ഉം വൈയും കോൺസ്റ്റൻ്റ് ആണ്. അതിനെടുത്ത് പുറത്തേക്ക് ഇട്ടു. ഇനി നമ്മൾ പ്രൊഡക്റ്റ് റൂൾ കൊടുക്കേണ്ടത് ഇതിനാണ്. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതി 1 - 2x സ്ക്വയർ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 1നെ ഡിഫറൻഷിയേഷൻ ചെയ്ത 0, -2x സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്ത -4x പ്ലസ് ഇനി 1 - 2x സ്ക്വയർ എഴുതി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു -2x വന്നു. നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് -2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറാണ്. അതിന് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 - 2x സ്ക്വയർ പ്ലസ് 2 എന്ന് വരും. ഒന്ന് ശ്രദ്ധിക്കണേ, -2x ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തേക്കണേ. ഇവിടെ കിടക്കണത് -4x. അപ്പോൾ -2xനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ആളാരാ? 2 ആണ്. അപ്പോൾ 1 - 2x സ്ക്വയർ പ്ലസ് 2, 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. 3 - 2x സ്ക്വയറിന് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ ആർ എഫ് എക്സ് എക്സ് ആണ്, ടി എഫ് വൈ വൈ ആണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എഫ് വൈ വൈ എന്നിങ്ങനെ എഴുതാം. -20xy ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആദ്യത്തേൽ എഫ് എക്സ് എക്സ് ചെയ്തപ്പോൾ 3 - 2x സ്ക്വയർ ആണെങ്കിൽ എഫ് വൈ വൈ ആകുമ്പോൾ 3 - 2y സ്ക്വയർ ആവും. അത്രേ ഉള്ളൂ, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എസ് കിട്ടാൻ വേണ്ടിയിട്ട് എഫ് എക്സ് വൈ ആണ്. അപ്പോൾ എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ആരൊക്കെ കോൺസ്റ്റൻ്റാണ്? 10, 1 - 2x സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്യണം. വൈ ഞാൻ എഴുതി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു -2y എന്ന് വരും. അതേപോലെ തന്നെ പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 എന്ന് വന്നു. അപ്പോൾ ഇതിൽ ആരാണ് കോമൺ ആയിട്ടുള്ളത്? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ ഇവിടെ 1 - 2y സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പി ക്യു ആർ എസ് ടി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പി ഈക്വൽ ടു 0. ഫസ്റ്റ് നമ്മൾ പി ക്യു ആർ എസ് ടി കണ്ടു. പിന്നെ ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പി ഈക്വൽ ടു 0, ക്യൂ ഈക്വൽ ടു 0 കൊടുക്കണം. പി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 10 ഒരിക്കലും 0 ആവില്ല. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 0 ആവില്ല. കാരണം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് 0. അതൊരു പോയിൻ്റ് അല്ലല്ലോ. അപ്പോൾ പിന്നെ ആരാ 0 ആവാൻ ചാൻസ്? y 0 ആവും. അതേപോലെ തന്നെ 1 - 2x സ്ക്വയർ 0 ആവും.
1 മൈനസ് 2h² 0 ആണെങ്കിൽ 1 = 2h², h² = 1/2, h = ±1/√2 എന്ന് കിട്ടും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പോയിൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ h = 0 കിട്ടും. 1 മൈനസ് 2y² 0 എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പോലെ y = ±1/√2. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ് h0 y0. പിന്നെ നമുക്ക് കിട്ടിയത് h 1/√2. h 1/√2 ആവണ സമയത്ത് fy-യും 0 ആവണമല്ലോ. fy 0 ആവാൻ എന്ത് പോസിബിലിറ്റി ഉണ്ട്? y-ക്കും 1/√2 ആവാം. അതേപോലെ തന്നെ h 1/√2 ആവുമ്പോൾ y-ക്ക് -1/√2 ആവാം. h-ന് 1/√2 എന്നുള്ള വാല്യൂ മാത്രമല്ല, -1/√2 എന്നുള്ള വാല്യൂ കൂടി ഉണ്ട്. അപ്പോൾ h -1/√2 വരുമ്പോൾ y-യും 1/√2, h -1/√2, y -1/√2. അങ്ങനെ 4 പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ RT - s²ൻ്റെ സൈൻ എന്താ കണ്ടുപിടിക്കണം, ആറിൻ്റെ സൈൻ എന്താ കണ്ടുപിടിക്കണം, ഇതിൻ്റെ നേച്ചർ കണ്ടുപിടിക്കണം. ഇത് കുറച്ച് ലെങ്തി പ്രോബ്ലം ആയതുകൊണ്ടേ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാമെന്ന് വിചാരിച്ചു. r = എന്താ, -20xy e⁻⁻² h² + y² × 3 - 2h² ആണല്ലോ കിട്ടിയേക്കണേ. അപ്പോൾ r(1/√2) കണ്ടുപിടിക്കുമ്പോൾ -20/2 e⁻1/√2 + 1/√2 എന്ത് വരും നമുക്ക്? അതിൻ്റെ സ്ക്വയർ ആട്ടോ. 1/√2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2. അതുപോലെ 1/2 + 1/2 എന്ത് വരും? 1. അപ്പോൾ e⁻1 × 3 - 2/2, അതായത് 3 - 1 എന്ന് പറഞ്ഞാൽ 2. 2 - 20. ഇവിടെ എന്താ കിട്ടിയേക്കണേ? ഇവിടെ 2 കിട്ടി. ആ 2 ഈ 2 കൂടി ക്യാൻസൽ ചെയ്തു, -20/e എന്ന് വന്നു. അതേപോലെ തന്നെ r(1/√2) -1/√2 ചെയ്യുമ്പോൾ നമുക്ക് 20/e. ഇപ്പോൾ നോക്ക് കേട്ടോ, രണ്ടും പോസിറ്റീവ് ആയപ്പോൾ നമുക്ക് നെഗറ്റീവ് വന്നു, അതായത് -20/e. രണ്ടും നെഗറ്റീവ് ആകുമ്പോഴും നമുക്ക് -20/e വരും. ഇനി ഒന്ന് നെഗറ്റീവ്, അതായത് r(1/√2)ഉം -1/√2 ചെയ്യുമ്പോൾ 20/e. കണ്ട, ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ 20/e. അപ്പോൾ ആറൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ ടീനെ കണ്ടുപിടിക്കണം. ടീയിൽ 1/√2 1/√2 പറഞ്ഞ പോലെ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടും പോസിറ്റീവ് വരുമ്പോൾ -20/e എന്ന് കിട്ടും. അതേപോലെ തന്നെ രണ്ടും നെഗറ്റീവ് വരുമ്പോഴും -20/e കിട്ടും. ഒന്ന് നെഗറ്റീവ് മറ്റേത് പോസിറ്റീവ് ആകുമ്പോൾ 20/e 20/e. അപ്പോൾ ആറും ടീയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എസ്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ എല്ലാതും നമുക്ക് 0 ആണ് വരണത്. അപ്പോൾ RT - s² ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? r(1/√2)ഉം അത് നമ്മൾ നോക്കുക. r(1/√2) എന്ന് പറഞ്ഞാൽ -20/e ആയിരുന്നു. t(1/√2) 1/√2 എന്ന് പറഞ്ഞാൽ -20/e. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ -400/e. നോക്കിയാൽ ഒന്നുകൂടി നോക്ക്. r(1/√2) 1/√2 എന്ന് പറഞ്ഞാൽ -20/e അല്ല കിട്ടിയേ. അടുത്തത് t(1/√2) 1/√2 -20/e എന്നാണ് വന്നേക്കണേ. അപ്പോൾ 400/e² എന്ന് വന്നു. അടുത്തത് എന്താ? r(1/√2) -1/√2 20/e. t(1/√2) -1/√2 20/e. അപ്പോൾ 400/e². എന്ത് ചെയ്താലും 400/e² കിട്ടുക. അപ്പോൾ RT - s² ഈ ലാസ്റ്റത്തെ 4 കേസിലും 4 പറയില്ലേ, ഇതിൽ 3 എഴുതിയിട്ടുള്ളൂ, 4 ഉണ്ട് കേട്ടോ. ഈ 4 എന്താണ് വന്നേക്കണത്? 400/e² ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്കുള്ളത് ആറിൻ്റെ വാല്യൂ -20/e കിട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മാക്സിമം ലോക്കൽ പോയിൻ്റ്, 20/e എന്ന് കിട്ടിക്കഴിഞ്ഞാൽ >0 ലോക്കൽ മിനിമം പോയിൻ്റ്. അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു കേസ് ഇവിടെ എഴുതിയിട്ടില്ല, -1/√2ൻ്റെയും 1/√2ഉം അതും കൂടി എഴുതണം. പിന്നെ 0 എളുപ്പമാണല്ലോ. 0 ഒന്നും RT - s² ചെയ്യുമ്പോൾ എന്ത് വരും?
-100 എന്നാണ് വരിക. അത് നോക്കണോ? 0 ആറിന് 0 കൊടുക്കുമ്പോൾ എക്സ് ഉള്ളത് കൊണ്ട് ഇത് ഫുള്ള് പോകും. ഇനി ടി എവിടെ? നമ്മുടെ ടി ഈക്വൽ ടു ടിയിലും -20xy ആണുള്ളത്. അപ്പോൾ RT എന്ന് പറയുമ്പോൾ അത് 0 ആയി. ഇനി s² ആണുള്ളത്. s² അവിടെ എന്ത് വരും? 10e⁻01. അങ്ങനെയാണ് നമുക്ക് 10² വന്നേക്കണം. അങ്ങനെയാണ് -100 എന്ന് കിട്ടിയേക്കണത്. അപ്പോൾ അറിയാം RT -s² നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അത് സാഡിൽ പോയിൻ്റാണ്. ഒരു വട്ടം നമ്മൾ അതങ്ങനെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇത് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ടഫല്ല. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് കുറച്ച് ടഫുള്ളത്. ഫൈൻഡ് ദ റിലേറ്റീവ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് f(x(y) ഈക്വൽ ടു 3x² - 2xy + y² - 8y. അപ്പോൾ ഇവിടെ fx ചെയ്യുമ്പോൾ 3 × 2x അത് 6x മൈനസ് അടുത്തതിൽ കോൺസ്റ്റൻ്റ് ആരാ? 2x എഴുതി, 2y എഴുതി, എക്സിനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 1. നമ്മൾ fx ചെയ്യുകയാണല്ലോ, അപ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്. y² കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് നിന്നാൽ 0, -8y കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് നിന്നാൽ 0. അപ്പോൾ 6x - 2y എന്ന് കിട്ടി. ഇനി q ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? q ചെയ്യുമ്പോൾ fy ആണ്. -2x എഴുതി, yനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 1, y² ചെയ്യുമ്പോൾ 2y -8 -2x + 2y - 8. ഇതിലാരൊക്കെ ചെറിയൊരു ഇക്വേഷൻ p ആണ് ചെറുത്. അപ്പോൾ p = 0, q = 0 അത് എഴുതിയേ പറ്റുള്ളൂ. ക്രിട്ടിക്കൽ പോയിൻ്റ് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ആ ഉള്ളതിൽ ചെറുത് ആരാണ്? p = 0. അപ്പോൾ 6x - 2y = 0. അടുത്തതിൽ വരുമ്പോൾ പക്ഷെ ചെറുതെന്ന് പറയാനില്ല, കാരണം രണ്ടോ ഒരേ ലെങ്ത്താണുള്ളത്. മറ്റേതെന്താ വന്നത്? -2x + 2y = -8 = 0. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? -2x + 2y = 8. രണ്ട് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ അറിയില്ലേ? എങ്ങനെ സോൾവ് ചെയ്യുക? രണ്ടിനും ഒരേപോലെ ആക്കുക. അതെങ്ങനെ ഒരേപോലെ ആക്കുക? ഇത് സുഖമാണ്, കാരണം രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഒന്നിൽ -2 ഉണ്ട്, മറ്റേതിൽ +2 ആണുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2yയും +2yയും ക്യാൻസലായി പൊക്കോളും. 6x + -2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x കിട്ടും. 0 + 8 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 കിട്ടി. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. 6x = 2y ആണല്ലോ. അപ്പോൾ എന്താണ് 6 × 2 - 2y = 0. 12 = 2y എന്ന് കിട്ടി. y = 12/2 6 എന്ന് കിട്ടി. അപ്പോൾ 2 6 ആണ് ക്രിട്ടിക്കൽ പോയിൻ്റ്. ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? RT - s² കാണണം. ഈ ക്വസ്റ്റ്യൻ്റെ ലാഭം എന്താ വെച്ചാൽ 6 കാണുമ്പോൾ നമുക്ക് 6 കിട്ടും. കാരണം 6xനെ ഡിഫറൻഷിയേഷൻ 6x - 2yനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 6 എന്ന് കിട്ടി. t എന്ന് പറയണത് PQRST. s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? fxy ആണ്. അപ്പോൾ അത് -2 ആണ് വരിക, കാരണം fx ആണ് 6x - 2y. അതിനെ വിത്ത് റെസ്പെക്റ്റ് ടു y ചെയ്യുമ്പോൾ 6xനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് 0, -2yനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? -2. t ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ fyy ആണ്. അപ്പോൾ -2xനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 0, 2yനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 2. അപ്പോൾ r × t എന്ന് പറഞ്ഞാൽ 12 - s². s ഇവിടെ നമുക്ക് -2 ആണ്. -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RT മൈനസ് എഴുതി. s എന്ന് പറഞ്ഞാൽ -2 ആണ്. -2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 8 > 0. അപ്പോൾ എന്താണ് മനസ്സിലായി? ഒന്നില്ലെങ്കിൽ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആണ് വരാൻ പോണത്. ആറിൻ്റെ വാല്യൂ 6 ആണ്, > 0 ആണ്. സോ ലോക്കൽ മിനിമം ആണ്. അപ്പോൾ എന്തിട്ട് കൊടുക്കുക? f(2)6 ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുത്തപ്പോഴേക്ക് എന്ത് കിട്ടി? -24.